നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ 100th എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി, വെൽക്കം. എവിടെ പോയി എം ജെ അങ്കിൾ? ഞാൻ കണ്ടില്ല, ഇന്ന് സത്യമായിട്ട് ഇന്ന് കണ്ടില്ല. അപ്പൊ ഇന്ന് വരുന്നില്ലേ? എന്താണ് ഉദ്ദേശം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. അല്ല 100th എപ്പിസോഡായിട്ട് വരാതിരിക്കില്ല എന്തായാലും, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്താ ക്രിസ്മസിനില്ല, മെയിൻ എപ്പിസോഡ്സിനൊന്നും വരില്ല. ഉണ്ടാവുന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ആണോ? 100ാമത്തെ അല്ലേ, എന്തായാലും വരാതിരിക്കില്ല. എന്തെങ്കിലും കാര്യം കാണും, അല്ലാതെ ഇങ്ങനെ മാറി നിൽക്കേണ്ട ചാൻസ് ഇല്ല. എന്നാൽ ഇത്രയും ലേറ്റ് ആവുന്നത് വളരെ വരാറില്ലല്ലോ. ലേറ്റ് ആയിട്ട് ഇത്ര ലേറ്റ് ആയി വരാറുള്ളൂ. അതെ, വരുന്നു. ഈ വഴിയാണോ വരുന്നത്? നമ്മുടെ 100th എപ്പിസോഡ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എം ജെ അങ്കിൾ? അച്ഛനാണ് അത്ര അച്ഛൻ. ലേറ്റ് ആയിട്ടാണോ ലേറ്റസ്റ്റ് അവർ എന്തുകൊണ്ട് ഇത്ര ലേറ്റ്? ആണോ? പറഞ്ഞിട്ടില്ലേ? അവിടെ വരെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നത്? എന്റെ സത്യാന്വേഷണ പരീക്ഷകളായിരുന്നു. പരീക്ഷണങ്ങൾ എന്തായിരുന്നു? അത് ഇങ്ങനെ ഒരു സർപ്രൈസ് വേണ്ടേ നമുക്ക്? 100th എപ്പിസോഡിന് സർപ്രൈസ് വേണം. അതെന്തായിരിക്കണം? കുറെ ദിവസമായിട്ടുള്ള ചിന്തയാണ് മധു. എങ്ങനെ നമുക്കത് ഒരു സർപ്രൈസ് ആക്കാം? ആണല്ലേ? 100 എന്ന് പറയുമ്പോൾ നിറവല്ലേ? സെലിബ്രേറ്റ് ഫുൾനെസ് ആണ് അല്ലേ? സിനിമ എന്ന് പറയുമ്പോ 100 days നിറവ്. സിനിമ പറയുന്നത് 100 crores നിറവ്. ടോപ്പ് സിംഗർ 100 episodes എന്ന് പറയുമ്പോ അല്ലേ? അങ്ങനെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് മിസ് ചെയ്ത് പോയേനെ. സത്യം. അവരുടെ കൂട്ടുകാരല്ലേ നമ്മൾ? അല്ല, ഈ വൈകി വന്നതിന്റെ ഉദ്ദേശം എന്തെങ്കിലും സർപ്രൈസ് ഉണ്ട്. പോക്കറ്റിലിട്ടിട്ടുണ്ട്. പോക്കറ്റിൽ നിന്ന് എടുത്ത് തന്നാ മതിയോ? പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് എറിഞ്ഞാൽ മതിയോ? എന്തിനാ? അല്ലല്ല, ഇപ്പൊ ഇങ്ങനെ കാണിക്കണം നമ്മളെ. ഇപ്പൊ ഒറ്റ സെക്കൻഡ് അങ്ങോട്ട് എറിഞ്ഞാൽ വീഡിയോയിൽ കാണും. ഹലോ മതി, തേങ്ങ ഉടയ്ക്കും സാമി. അയ്യോ, അതല്ല ശരി. അതാ കൊറേ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ പുള്ളിക്കാരൻ ഞാൻ അന്നേ പറഞ്ഞിരുന്നു നമ്മൾ വീണ്ടും കാണും. അന്ന് പുള്ളിയെടുത്ത് പറഞ്ഞു വീണ്ടും സന്ധിക്കും വരെ അൻപാർന്ന് വണക്കുന്നു. പുള്ളിയെ കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. സീരിയസ് ആയിട്ടും വെറുതെ നോട പറയാം. അത് ഇട്ട നിക്കറൊക്കെ കൊണ്ടുവന്നായിരിക്കും വെറുതെ. ശരിക്കും ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ സംശയം എടുത്തിട്ട നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിട്ട്. ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ നമ്മുടെ കുട്ടൻചേട്ടൻ ഉറങ്ങൂട്ടനെ കൊണ്ടുവന്നേക്കണോ? ഈ കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കാറില്ല. എന്നാൽ അവന്റെ പേരെന്താണ്? അവന്റെ പേരാണ് അവൻ. അറിയില്ലേ? പേരറിയില്ല. അവൻ, അതായത് ടുഡു. മിനുട്ടിയുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അടുത്തുനിന്ന് കാണണം. നല്ല പേടിയുണ്ടല്ലേ? വെൽക്കം ടുഡു. വാറ്റുടു തുറക്കണോ? അയ്യോ അയ്യോ, ഇതാണ് ചുടു. ഹായ്
ടുഡു. Hi to do. What to do? How to do? ഹായ് ടുഡു. ഹായ്. ഹലോ ഹലോ കണ്ടോ ടുഡുവിനെ കണ്ടോ? കണ്ടോ? സന്തോഷായ? ടുഡു നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, അതെ നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടാണേ. ആ. അപ്പൊ മീൻകുട്ടിയുടെ കൂടെ ഇനി ടുഡു ഉണ്ടാവും ഈ 100th എപ്പിസോഡിൽ. അതെ അതെ, ഇനി കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇപ്പൊ പേടി ഇനി കുഴപ്പമില്ല. ടുഡു പാവാണെന്ന് തോന്നുന്നു അല്ലേ ടുഡു? അല്ലേ? ഭയങ്കര പാവാട്ടോ. അതെ ഇതുപോലൊരു പാവം ലോകത്തില്ല. അതെ. ടുഡു അതാണ് എങ്ങനെ ഇവിടെ ടുഡു. വന്നേ? ടുഡു സംസാരിക്കൂലേ? സംസാരിക്കും. സംസാരിക്കും. ടുഡു എങ്ങനെ ഇവിടെ വന്നേ? ഫ്രം ബേസിക്കലി ഫ്രം ടാൻസാനിയ. ടാൻസാനിയ. അപ്പൊ മലയാളം അറിയാവോ? കുറച്ച് 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 കുറച്ച്. അതെ. എന്നെ പോലെ ആ, ഇന്ന് ജലദോഷം. ആ, അതാണോ? ടുഡു പാട്ട് പാടുവോ? അറിയത്തില്ല. അറിയത്തില്ല. ഇവിടുന്ന് ആഫ്രിക്കൻ ഭാഷയാണ്, അറിയത്തില്ല. അറിയത്തില്ല. എനിക്ക് മലയാളം ടീച്ചറുണ്ട്. ഓ ഐ ഹാവ് വൺ ടീച്ചർ. ടുഡു ഓർമ്മയില്ലേ എന്നെ നമ്മൾ തായ്ലൻഡിൽ വെച്ച് കണ്ടിരുന്നില്ലേ? അന്ന് ഞാൻ അപ്പൊ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വീണ്ടും കുഞ്ഞായിരുന്നു. കാണുന്നു പറഞ്ഞിരുന്നില്ലേ? ആൻഡ് ദിസ് ഇസ് എ ടൈം ടു ഗെറ്റ് ബാക്ക്. തായ്ലൻഡ് വൺ സൂ ഇസ് ദേർ. ഉം. ഐ മെറ്റ് ഹിം ദേർ ആക്ച്വലി. ഓ തായ്ലൻഡിൽ. ആഹാ. നിങ്ങൾ രണ്ടുപേരും ഒരു സൂലാണ് എന്നിട്ട് കണ്ടുമുട്ടിയത്. തോളത്ത് കയറി ഇരുന്നല്ലോ, ഇപ്പൊ കേറാൻ തോന്നുന്നു. അതെ. ആ, ഒന്ന് കേറിക്കോ ടുഡു. ടുഡു അന്ന് ഒന്ന് തോളത്ത് അത് കുഞ്ഞായിരുന്നു. ചെറുതായിരുന്നു. അപ്പൊ വെയിറ്റ് കുറവായിരുന്നല്ലോ, അതെ. അപ്പൊ തോളത്തിരിക്കാൻ ടുഡുവിന്റെ പ്രശ്നം. മോനായിരുന്നു. ഓ ആണോ? ഈ ബാങ്കിൽ എന്താ ഉള്ളത്? സ്മോൾ Small ഗിഫ്റ്റ്. gift ഗിഫ്റ്റ്. ഓ ഇറ്റ്സ് നമുക്കുണ്ടോ? എ സ്മോൾ to ഗിഫ്റ്റ്. children. ഇറ്റ്സ് എ സ്മോൾ ആണോ ഗിഫ്റ്റ്. ടുഡു? നമുക്ക് എല്ലാവർക്കും For ഉണ്ടോ? children. എല്ലാവർക്കും. all. എല്ലാവർക്കും. ഓ എന്നാ തുറക്കാം, പെട്ടി തുറക്കാം അല്ലേ? ആ. കണ്ടോ ടുഡുവിനെ? ആ കണ്ടാ? ഹായ് പറയേ. ഹായ്. എല്ലാവരും സുഖമാണോ? ചായ കുടിച്ചോ? എന്നാ ടുഡു പെട്ടി തുറക്കാം നമുക്ക്. ആ, വെട്ടി. ഓ താങ്ക് യു ടുഡു. ഓ പെണ്ണുങ്ങൾക്ക് ഓൺലി ഫോർ ലേഡീസ്. Only for ladies. അയ്യോ നിങ്ങൾക്ക് ചോക്ലേറ്റ്, നമുക്ക് ബലൂൺ. അയ്യേ എന്നാ ഇത് ബോയ്സ് എടുത്തോ. ഇതാ എനിക്കിത് മതി. Dairy Thank you, Milk Tudu. ആ. Thank you, Tudu. പറയണ്ടോ ടുഡു? ആ ഓ മീനൂട്ട ഇത് എങ്ങനെ തിന്നും നമ്മൾ? അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? ടുഡു വന്നു, ചോക്ലേറ്റ് ഒക്കെ തന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 100th എപ്പിസോഡിൽ ടുഡു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര വെറൈറ്റി ആണ്. ടുഡുവിനെ ഞാനിന്ന് ഇവിടെ നിർത്തിക്കോട്ടെ സ്റ്റേജില്. എടുത്തോ. എടുത്തോട്ടെ? പിന്നെ ടുഡു ഇവിടെ നിക്കാം, That is പാട്ട് the കേൾക്കാൻ. thing to do. അതെ, തിങ് ടു ഡു. ടുഡുവിന് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്നാ നമുക്ക് ഇവിടെ നിക്കാം. ഓക്കെ, താങ്ക് യു. So this is the 100th episode of Top Singers season 6. എന്തൊരു ജേണി ആയിരുന്നു. ഇനിയും അതുപോലെ കുതിച്ചു പോകാൻ പോകുന്ന ജേണിയാണ്. എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട മധു, അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ആര്യ ദയാൽ, പിന്നെ എന്റെ മകൾ, എന്റെ കുഞ്ഞുമകൾ മീനുകുട്ടി, ഇപ്പൊ ടുഡു കൂടെയുണ്ട്. പിന്നെ നമ്മുടെ മക്കൾ, അഭിമാനമായിട്ടുള്ള നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ ടോപ്പ് ബാൻഡ്, വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ നമ്മുടെ ഫുൾ ക്രൂ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ രാകേഷ്, അതുപോലെ എല്ലാ ആൾക്കാരും, വിഷ്ണു, എല്ലാവരും ഇതിന്റെ നിറഞ്ഞ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ 100th എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. യെസ്. യെസ്. നമ്മൾ അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ടുഡു ഹാവ് എ ഗ്രേറ്റ് ടൈം വിത്ത് ടോപ്പ് സിംഗർ. Okay, Tudu. See you, Tudu. മധുക്കൾ. See you soon. അപ്പൊ ടുഡു, നമ്മള് വർഷങ്ങൾക്ക് മുന്നേ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ജേർണി ഇപ്പോൾ ടോപ്പ് സിംഗർ സീസൺ 6 അതും 100th എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ വലിയ ഹാപ്പിയാണ്. കാരണം സമയം പോകുന്നൊന്നും അറിയുന്നേ ഇല്ല. ഇതിപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ഇപ്പോൾ 100th എപ്പിസോഡ് ആയോ എന്നുള്ളത്. ഇപ്പം ടുഡു ഒക്കെ വരുന്നു, നമ്മൾ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നു. ശരിക്കും നമ്മുടെ ഒരു ഫാമിലിയാണ്. അപ്പൊ ഫാമിലിയിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സെലിബ്രേഷൻ ആണിത്. കാരണം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോയി എന്നുള്ളത്. അങ്ങനെ വെറുതെ 100th എപ്പിസോഡ് ആവല്ല. ടോപ്പ് സിംഗർ സീസൺ 6 എന്ന് പറയുന്നത് ഒരു ദിവസം പോലും ഇത് കാണാതിരിക്കാൻ പറ്റാത്ത, കാണാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനു വേണ്ടി, ഈ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ടുഡു വരാനും ടുഡുവിനെ കാണാനും, അല്ലെ മധുക്കൾ? തീർച്ചയായിട്ടും. എല്ലാത്തിനും വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുക. എന്റെയും ജീവിതത്തിലെ ആദ്യത്തെ 100th എപ്പിസോഡാണ്.
അപ്പൊ നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ചുടു കേക്കൊക്കെ വരുമായിരിക്കും അല്ലേ? വരും, ഉറപ്പാണോ? വരും. ആ വരും. കേക്കുണ്ടോ? എങ്ങനെയെങ്കിലും കൊണ്ടുവരും ചുടു. ഇനിയിപ്പോ എന്തെങ്കിലും ടുഡുവിനോട് പറഞ്ഞാൽ മതി. പിന്നെ എന്താണെന്നറിയോ, വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. ടുഡുവായിരുന്നു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ്. പക്ഷെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ് 100th എപ്പിസോഡ് സെലിബ്രേഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഈ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ടോപ്പ് ബാൻഡ് പാടാൻ പോവാണോ? അല്ല, അതൊക്കെ നമ്മൾ മുന്നത്തെ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ പെർഫോം ചെയ്യുന്നതൊക്കെ. ഓക്കെ. പക്ഷെ പിന്നെ ഇതല്ല, ആരാ? മാതാപിതാക്കളുടെ പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. ഈ ഇരിക്കുന്ന ആൾക്കാരുടെ പേരൻസിന്റെ പെർഫോമൻസും നമ്മളൊന്ന് കാണാൻ പോവാണ്. ഓക്കെ ഓക്കെ. പറഞ്ഞില്ല. എല്ലാവരുടെയും സന്തോഷം നോക്ക്. MJ അങ്കിളുടെ പാട്ടുണ്ട്. ചുടുവിന്റെ എന്താ? ചുടുവിന്റെ ഡാൻസ് ഉണ്ടോ, പാട്ടുണ്ടോ? എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി. ചുടു ഇവരുടെ എല്ലാരെയും കൂടെ ഡാൻസ് ചെയ്യണേ. ഓക്കെ, ചുടു എല്ലാത്തിനും റെഡി ആട്ടോ. നമുക്ക് പതുക്കെ തുടങ്ങാം. Yes. റെഡി. ഓക്കെ, മിനുകൂടാ എന്തോ? ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ഓ ഇത് 100th എപ്പിസോഡ് അല്ലേ? അതെ. 200th എപ്പിസോഡിന് ആരാണ് ഗസ്റ്റ് എന്ന് ഇപ്പൊ റിവീൽ ചെയ്യും. ഓക്കെ ടുഡു വന്നില്ലേ, ഓക്കെ. അതുപോലെ ഒരാൾ വരും. എല്ലാം റിവീൽ ചെയ്യാനായിട്ട് ഒരു സമയമുണ്ട്. ആ. ഒരു പാട്ട് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ ശരി. മിനുട്ടി, ഓക്കെ റെഡി. ചുടു, ഇനി ഒരു സ്പെഷ്യൽ ആള് വരാൻ പോവാ. അതെന്താ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്നറിയോ? ആള് ചുടുവിനെ പോലെ ഒരുപാട് ഫാൻസ് ഉള്ള ആളാ. ചുടുവിന് ഇപ്പൊ ഒത്തിരി ഫാൻസ് അല്ലേ? എവിടെ കണ്ടാലും ഫാൻസ് ആവും. അതുപോലെ പാടി അങ്ങ് തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ഫാൻസാ. ഒരാളാ വരാൻ പോകുന്നത്. നമ്മുടെ സുഭദ്ര കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം കുഞ്ഞാറ്റ ഓൺ സ്റ്റേജ്. ഹലോ. നല്ല ബഹുമാനത്തോടെ ഹലോ. ഹലോ സാർ. ഹായ്. I'm to do. ചുടു ചുടു. അവള് പുറത്തോട്ട് വലിഞ്ഞു പോരാ. ചെറിയൊരു പേടി തോന്നുന്നുണ്ടോ? ഇച്ചിരി ചെറുതായിട്ട് അല്ലേ? ഇങ്ങനത്തെ പേടി. ടുഡു ഒരു ബെസ്റ്റ് ചുടു ഫ്രണ്ട് ഒന്നും ആണ്. ചെയ്യത്തില്ല, പാവ. ആ. അത് പറഞ്ഞപ്പോഴേ 200ാമത്തെ എപ്പിസോഡിൽ ആരെ കൊണ്ടുവരുന്ന ശരിയാണല്ലോ. അതൊന്ന് കാണിച്ചു തരോ? 200th എപ്പിസോഡ് അല്ലേ? ആ. അതെ. 100th എപ്പിസോഡിന് ടുഡു വന്നു. യെസ്. 200th എപ്പിസോഡ് ടുടുഡു. എന്റെ വളരെ ഡിയർ ഒരു ഫ്രണ്ടാണ്. ആ. ടുഡുവിനെ പോലെ തന്നെ ഡിയർ ഫ്രണ്ട് ആണ്. ഭയങ്കര ഭയങ്കര ഒരു നന്മയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റും. ഓക്കെ. നന്മ നിറഞ്ഞ. അയ്യോ, He's my friend. ആ, I know. നിങ്ങള് സ്കൂളിൽ വെച്ച് പരിചയം ഉണ്ടല്ലേ? ഒരേ സ്കൂളിൽ പഠിച്ചതാ. ആ ഫ്രണ്ടിൽ വന്നിരിക്കായിരുന്നില്ലേ കുട്ടൻ ചേട്ടാ? ഇതെന്തെങ്കിലും ഒച്ചന്നെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സർപ്രൈസ്? സ്പെൽ ബൗണ്ട്. നമ്മുടെ കുഞ്ഞാറ്റേ, ഓ എന്തോ നമ്മുടെ 200th എപ്പിസോഡിന് കൊണ്ടുവരാൻ പോവാ അവിടെ. വേണ്ട. അതെ, അത് ചുടുവിനെ പോലെ ആയിരിക്കില്ല കേട്ടോ. സെറ്റാണ്, സെറ്റാണ്. ഓക്കെ. സർ അവന്റെ പേര് പറയാമോ സർ? അതിന് പേര് ആ. ഡുഡു. ഡുഡുഡു. കാണുമ്പോ തന്നെ ഇത് ചുടു, അത് ഡുഡുഡു. കുഞ്ഞാറ്റെ, എന്തോ ഇത് 100th എപ്പിസോഡാണ്. യെസ്. ഇവിടെ വെച്ചിട്ട് ഒരു സർപ്രൈസ് ഇന്ന് ഞാൻ പൊളിക്കുന്നില്ല. കുഞ്ഞാറ്റയും ഞാനും കൂടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. എന്ത്? പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ റിവീൽ ഇല്ല. ചിലപ്പോ ഡാൻസ് ആയിരിക്കാം, അതെ. ചിലപ്പോ എന്തെങ്കിലും പാട്ട് പാടുന്നത്. പ്രേക്ഷകർക്ക് അതൊരു വലിയൊരു സർപ്രൈസ് ആയിരിക്കും. ഉം. അത് കുഞ്ഞാറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അതിന്റെ കൂടെ ഞാനും കൂടെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ടീം എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും. പിന്നെ അതില് വേറെ കാര്യം കൂടി ഇല്ലേ? വേറെ ചില കുട്ടികളും കൂടി ഇവിടത്തെ. അതിന്റെ കൂടെ നമ്മുടെ കൂട്ടുകാരും കൂടും. ആ. അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ? അതെ, ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കണം. എനിക്കും അതിന്റെ സർപ്രൈസ് ടെൻഷനായി. ഇപ്പൊ തന്നെ പറയാലോ. അപ്പൊ സർപ്രൈസ് എങ്ങനെ ആവും? അല്ല, ഞാനല്ലേ അറിയുള്ളൂ, ബാക്കി ആരും അറിയൂലല്ലോ. അത് സാരല്ല, അറിയണ്ട. കുഴപ്പമില്ല, നമുക്ക് ആദ്യം പാടാം. കൊണ്ടുപോകുന്നു. അതെ, അയ്യോ, അതാണ് സർപ്രൈസ്. ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകും ഞാൻ. കുഞ്ഞാറ്റെ അപ്പൊ പാടിക്കോ. ഏത് പാട്ടാണ്? ഇന്ന് മഞ്ഞുമാസ പക്ഷി. അപ്പൊ ഡീറ്റെയിൽസ് പറയൂ. ഫിലിം കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത്. ഉം. വർഷം 1997. ഉം. മ്യൂസിക് വിദ്യാസാഗർ സാർ. ലിറിക്സ് ഗിരീഷ് പുന്നജേരി സാർ. ഉം. പാടിയത് ദലീമ മാം. ദലീമ മാം ഞങ്ങളുടെ അവിടുത്തെ MLA ആണ്. ഞാൻ അങ്ങുവാനക്കോണില് പാടി വൈറലായപ്പോ അരൂരാണോ വീട്? അരൂര. ആ, ആ. മാം എന്റെ വീട്ടിൽ വന്നു. മാമിന് അന്ന് ഭയങ്കര പനിയായിരുന്നു. എന്നിട്ട് എനിക്ക് പാട്ടൊക്കെ പാടി ആഹാ. പിന്നെ എനിക്ക് സമ്മാനമൊക്കെ തന്നു. ദിലീമ ചേച്ചി നല്ലൊരു അതെ, നല്ലൊരു അതെ. വ്യക്തിയാണ്. ഇവിടെ നമ്മുടെ ഇവിടെ തീർച്ചയായും ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതെ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. അതെ, ഉണ്ടായിട്ടുണ്ട് അതെ, ആ അതെ, സമയത്ത്. അതെ. അപ്പൊ ദലീമയ്ക്ക് ഒരു വലിയ ഹായ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. Yes. All the best. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു.
മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു എന്നും ഈ മാമരച്ചായയിൽ മഴ പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസപ്പക്ഷി വെരി നൈസ്. തീർന്നോ? വെരി നൈസ്, വെരി നൈസ്. തീരണ്ടേ? അല്ല കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം കഴിക്കാം പക്ഷി ഇങ്ങനെ. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്തോ അസലായിട്ട് പാടി. വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. താങ്ക് യു സാർ കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല കുഞ്ഞാറ്റയിൽ നിന്ന് ഇങ്ങനൊരു ഗാനം ഇത്ര മനോഹരമായി. പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു പാടിയത്. താങ്ക് യു സാർ വളരെ നന്നായിട്ട് പാടി. പല ഭാഗങ്ങളും വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ ദൂരെ നിലാക്കുളിർ അതിൽ വിളിക്കുമ്പോൾ മഞ്ഞിലൊരുങ്ങുമ്പോൾ അനുപല്ലവിയില് ആ ഒരു സംഗതി ഒന്ന് പാടാമോ? ദൂരെ നിലാക്കുളിർ താഴ്വാരം മാടി വിളിക്കുമ്പോൾ മാടി വിളിക്കും താര മാടി വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുങ്ങുമ്പോൾ മഞ്ഞിലൊരുങ്ങും. അതിന് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചരണത്തിലും ആ ഭാഗം രണ്ടാമത്തെ വാതിൽ മുട്ടുമ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നം തോന്നി. അത് അത്ര വലിയ ഗൗരവമായിട്ടുള്ള ശ്രുതി പ്രശ്നമല്ല, മൈന്യൂട്ടായിട്ടുള്ളത് അതാണ് തോന്നിയിട്ടുള്ളൂ. ശബ്ദമെല്ലാം ഓക്കെ ആണല്ലോ. ജലദോഷം ചുമയുണ്ട്. അതാണ് അവസാനം ആകുമ്പോഴത്തേക്ക് പല്ലവി എത്തിയപ്പോ ഇത്തിരി വീക്കായി. ലാസ്റ്റ് പല്ലവിയിൽ കുറച്ച് വോയിസ് വീക്ക് ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗത്ത് പറഞ്ഞത് കൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല ഫീലിലാണ് പാടുന്നത്. കുഞ്ഞാറ്റയ്ക്ക് പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി പല പാട്ടുകളിലും നല്ല ഭാവത്തോടു കൂടി പാടുന്ന ഒരാളാണ് നമ്മുടെ
കുഞ്ഞാറ്റ. താങ്ക് യു. നൈസ്. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകൾ ഇനി എടുത്തോണ്ട് വരൂ. ഓക്കെ. ഓക്കെ. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഡിയർ ജഡ്ജസ്, ജഡ്ജസ് അല്ല ജഡ്ജസ് അല്ല, കൂട്ടുകാർ. കൂട്ടുകാർ, ആക്ച്വലി ബിഗ് താങ്ക് യു ആൻഡ് ബിഗ് സല്യൂട്ട്. For what? ഗ്രാസ്റൂട്ട് ലെവലിൽ ഇത്ര ടോപ്പ് നോച്ച് കെയർഫുൾ ആയിട്ടും ഇത്ര ടാലൻസിനെ സ്കൗട്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്സ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ലെവൽ സർ. താങ്ക് യു സോ വെരി മച്ച്. വെൽ ഡൺ ഫ്ലവേഴ്സ്, സൂപ്പർ. കുഞ്ഞാറ്റക്കിളി എന്ത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു മാം. പിന്നെയും പറയാ, കുഞ്ഞാറ്റ പാട്ട് പാടി അതവിടെ പ്രിന്റ് ചെയ്ത് വെച്ച പോലെ ഇത് കുഞ്ഞാറ്റയാണ് പാടിയത്. അതില് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. ആൻഡ് അമേസിങ് അറ്റംപ്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്ന് തോന്നുന്നു, ഇതുപോലത്തെ മെലഡീസ് വരുമ്പം നമ്മുടെ ത്രോട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴങ്ങില്ല. അതെനിക്ക് അറിയില്ല എത്രത്തോളം പേർക്ക് അത് മനസ്സിലാവുന്ന. വേറെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് വരുന്നതാണ്. എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അതുകൊണ്ട് ഐ നോ ദ പെയിൻ ആൻഡ് എഫേർട്ട് ബിഹൈൻഡ് ഇറ്റ്. അങ്ങനെ തന്നെ പറയണം. എഫേർട്ട് മാത്രമല്ല, ദ പെയിൻ ആൻഡ് എഫേർട്ട് ബിഹൈൻഡ് ഇറ്റ് എന്ന് തന്നെ പറയണം. കീപ് ഡൂയിങ് ഇറ്റ്. ഇഷ്ടമുള്ള ഭാഗങ്ങളിലേക്ക് പോവുക, ഇഷ്ടമുള്ള പാട്ടുകൾ പാടിയിട്ട് നന്നായി എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് കം ബാക്ക് ടു വാട്ട് യു വാണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമേസിംഗ്, നൈസ് പെർഫോമൻസ്. ഞാൻ എന്ത് പറയണ്ടു എന്ന് ഞാനിങ്ങനെ ഓർക്കാണ്. കാരണം കുഞ്ഞാറ്റ ഒരു പാട്ട് പാടിയാൽ അത് പാടിയതായിരിക്കും. പാടിയ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിഗ്നേച്ചർ, ആ കയ്യൊപ്പ് അവിടെ വീഴും. ഒറിജിനൽ അവിടെ ഉണ്ട്. ഒറിജിനൽ കേട്ടിട്ടാണ് കുഞ്ഞാറ്റ പഠിച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ഞാറ്റ പാടുമ്പോൾ അതൊരു വേറൊരു പാരലൽ ട്രാക്ക് ആയിട്ട് ഇൻഡിവിജ്വാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി യുണീക്ക്, വളരെ യുണീക്കാണ്. അത് ഏത് പാട്ട് പാടിയാലും അങ്ങനെയാണ്, ഈ പാട്ട് പ്രത്യേകിച്ചും അങ്ങനെയാണ്. താങ്ക് യു സാർ. പിന്നെ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, അതായത് കുഞ്ഞാറ്റ ഈ ഫോക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടുകൾ പാടാനാണ് മിടുക്കി എന്നൊക്കെ പല ആൾക്കാരും പലയിടങ്ങളിലും എഴുതിയും പറഞ്ഞും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള വലിയൊരു ഉത്തരവാണ് ഈ പാട്ട്. എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 10-30 വർഷത്തിലൂടെ എത്രയോ പുതിയ പാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവരെ തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെ സിനിമയിലേക്ക് പിടിച്ചു കൊണ്ടുവരാനും അങ്ങനെ നടത്താനും ഒക്കെ. അപ്പോൾ അതിൽ ആ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കുഞ്ഞാറ്റ നെക്സ്റ്റ് ലെവൽ ആവും തീർച്ചയായിട്ടും. അതെ. എം ജെ സർ, ഞാൻ ഇന്ന് AR റഹ്മാൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കാണുമായിരുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പോവാൻ പേടിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആവും, അതൊരിക്കലും ഫെയിലിയർ ആവില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന്റെ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ഭയക്കുന്ന, അതായത് അറിവ് കുറവുള്ള സ്ഥലങ്ങളിലേക്കാണ് അദ്ദേഹം ഫസ്റ്റ് നോക്കുക എന്നും അവിടെ പോയിട്ട് അവിടുത്തെ പാട്ടുകൾ പഠിച്ചിട്ട് അവിടെ സക്സസ്ഫുൾ ആകുന്നത് അദ്ദേഹത്തിനൊരു ശീലമാണ്. അത് ഒരു മന്ത്ര പോലെയാണ്. എനിക്ക് കുഞ്ഞാറ്റേനെ കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. നമ്മളിപ്പോ ഫോക്ക് എന്ന് പറഞ്ഞ ഒരു ജോണർ വളരെ ഈസിലി അവള് കൈകാര്യം ചെയ്യും, അറിയാം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ. വേറൊരു ജോണറിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് സക്സസ്ഫുൾ. അതാണ്, ഇറ്റ്സ് വിക്ടറി. വെരി സക്സസ്ഫുൾ. ചെറുതല്ല. മാത്രമല്ല ഈ പാട്ട് വളരെ സെൻസിറ്റീവ് ആണ്. ഇങ്ങനെ തൊടുന്ന നോട്ട്സ് വളരെ ശ്രദ്ധിച്ച് തൊട്ടില്ലെങ്കിൽ പണിപാളും. അതുകൊണ്ട് കൃത്യതയിൽ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഈ സോങ്ങിന്റെ സെലക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വിദ്യാജിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ്. കുഞ്ഞാറ്റയ്ക്ക് ഒരു വിശേഷം പറയാനോ? എറണാകുളത്ത് തേവരയിലെ CMI സ്കേഡ് ഹാർട്ട് കിൻഡർ ഗാർഡൻ Sacred ഹാർട്ട് കിൻഡർ ഗാർഡൻ സ്കൂളില് എന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പോ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശ്രീ ദേവൻ രാമചന്ദ്രൻ സാറായിരുന്നു. അപ്പൊ എനിക്ക് സാറിനെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവിടുത്തെ ഭദ്രദീപം കൊളുത്തിയത്. അവിടെ വമ്പൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ടോപ്പ് സിംഗറിലെ കുറച്ച് അവരെല്ലാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഹാപ്പിയാണ് കുഞ്ഞാറ്റ. ഇങ്ങനെ പറന്ന് നടക്കാണ്. ഭയങ്കര ബിസിയാണ്. വരാൻ സമയം ഉണ്ടാവൂ? റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് കൂടെ 2 സിനിമയിലൊക്കെ പാടിയിട്ടിരിക്കുകയല്ലേ? അതെ, പ്ലേബാക്ക് പറഞ്ഞോ, ഇത് നമ്മുടെ പ്ലേബാക്ക് സിംഗർ ആണ് കേട്ടോ. അതെ. പടക്കളം 2.0 ഇറങ്ങിയായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.75 out of 100. താങ്ക് യു സാർ. അപ്പൊ കുഞ്ഞാറ്റക്കിളി MJ ഞങ്ങൾ പറഞ്ഞ സർപ്രൈസിന് വേണ്ടി ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണേ. അത് അടുത്ത പ്രാവശ്യം അറിയായിരിക്കും അല്ലേ? അടുത്ത പ്രാവശ്യം അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം അറിയാം. അതുവരേക്കും കാത്തിരുന്ന് കാണുക. ടാറ്റാ ചുടു, ബൈ ബൈ പറഞ്ഞേക്ക്. ശരി, ബൈ. ഗുഡ് നൈറ്റ്. MJ അങ്കിൾ, യെസ്,
ഇതെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി? ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ട് ഇവിടെ നിർത്തി, ആ ചുടുവിനെ ഇവിടെ നിർത്താന്ന് പറഞ്ഞല്ലേ എന്നെ നമ്മള്? കൊണ്ട് ഇവിടെ ഒരു ഉപകാരം ഇല്ലാത്ത പോലെയാണല്ലോ പറയുന്നത്. അല്ല അങ്ങനെ ഇവിടെ തോന്നിയോ? പോട്ടറ വിഷമിക്കില്ല. ഇവിടെ വലിയ ഉപകാരമൊന്നും ഇല്ലാത്തോണ്ട് അങ്ങോട്ട് വിട്ടു. കണ്ടോ കുഴപ്പമില്ല, ഞാനങ്ങനെ വെറുതെ കളയില്ല. പറയുന്നത് കേട്ടോ. പക്ഷെ ചുടു ഇവിടെ വന്ന് നിന്നതല്ലായിരുന്നു എന്റെ കൂടെ. ചുടു എന്ത് പണിയാ കാണിച്ചത്? ഞങ്ങൾ ബുദ്ധിജീവികളൊക്കെ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞേക്കണം. ഓ, അപ്പൊ ഞാനും വരണമെന്നാണോ ചുടു പറയുന്നത്? ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ എത്താം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ ആര്യ ചേച്ചി ഇവിടെ ഒറ്റയ്ക്കോ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കെല്ലാം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അതിനിടെ ശരി അസിസ്റ്റന്റ് ശരി, ഓക്കെടാ. മീനോട്ട് ഇവിടെ എവിടെയും പോരുത്, ഇവിടെ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പൊ ചുടു ഇങ്ങോട്ട് വരുന്നില്ലേ ഇനി? ഇല്ല ഇല്ല, ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് എന്റെ സീറ്റാ, അവിടെ ഇരിക്കാൻ പറ്റില്ല. ചുടു ഇവിടെ ഇരുന്നാ ചുടു ഡു സംതിങ്. 100ാമത്തെ എപ്പിസോഡിൽ എന്റെ അടുത്ത് ഈ ചതി 100ാമത്തെ ചെയ്യണ്ടായിരുന്നു. എപ്പിസോഡ് വരെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ഇത് തീരുമാനമാക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവരാം. എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരാം. ഒരു Let's referee ഇവിടെ welcome. അതെ, ആവശ്യമാണ്. വളരെ കാം ആയിട്ടുള്ള പക്ഷെ സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട്. ആണല്ലേ? ലെറ്റ്സ് വെൽക്കം പാർത്ഥവ് ഓൺ സ്റ്റേജ്. Yeah. പാർത്ഥവ്, എന്താണ്? ഞാൻ പറയാം കൈയൊന്നു വന്നേ. ഒരു കലാകാരിക്ക് വേണ്ടത് കലവാസന അല്ലാതെ മീൻ വാസന അല്ല. പട്ടണി കിടക്കുന്ന ഞങ്ങളോടാണ് മീൻ വാസന വന്ന്. അതെ, കൊതിയോടെ ആവുന്നു. ആ ശരി, കുട്ടുമണി, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും മണക്കുന്നുണ്ടോ? ആ, ഒരു ശരി. ചുടുവാസന. അല്ല, ഈ ടുടു എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ആര്യ ചേച്ചിയല്ലേ അവിടെ ചെന്നിരിക്കണ്ടേ? അതല്ലേ ഞാൻ ഈ MJ സാറിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ MJ സാറിന് പറ്റില്ല. എന്നെ ഇപ്പൊ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അത് നീ ഒരു തീരുമാനം എന്നെ ഉണ്ടാക്കി വേണ്ട. കൊടുക്കതിന്. എന്റെ ഒന്ന് തുടിച്ചേട്ടാ, ഒന്ന് അവിടെ ചെന്നിരുന്ന നമുക്ക് പ്രോബ്ലംസ് എല്ലാം. എടാ, പക്ഷെ ടുഡു അവിടെ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞ വെറൈറ്റി ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ. ഓ, ആ ജഡ്ജിങ് പാനൽ നോക്കൂ, MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ടുഡു. ചുടു. എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. അവിടെ നോക്കുമ്പോ ഭയങ്കര രസമാണ്. റെഫറി പറ, നീയാണ് ഇന്നത്തെ നമ്മുടെ റെഫറി. ആ തീരുമാനം ശരിയോ തെറ്റോ? കുറച്ച് ഇവിടുത്തെ നിങ്ങൾ ക്യാപ്റ്റൻ പറയൂ. ആവാൻ എന്തുകൊണ്ട് യോഗ്യത കണ്ട ചുടുവിനല്ലേ? തൊപ്പി വെച്ച ആ തൊപ്പി ചുടുവിനാണ്. കണ്ടോ? പക്ഷെ നമ്മുടെ ഓഡീഷൻ തൊട്ട് ഉം. കഴിഞ്ഞ ഷെഡ്യൂള് വരെ ആ. ഇവിടെ ആര്യ ചേച്ചിയല്ലേ ക്യാപ്റ്റൻ പക്ഷെ ആയിട്ട്? 100th എപ്പിസോഡ് ആയല്ലോ. ഒരു ചെറിയ change. വെറൈറ്റി ഒക്കെ കൊണ്ടുവരാം, പക്ഷെ ആങ്കർ ആയ പോലെ ഇട്ടുടൂ. അപ്പോരെ ചുടു ആങ്കർ ആയാൽ മതിയോ? അത് തന്നെ. അതിന് ആരെയും ചേച്ചിയുടെ ഒരു ആലോചിച്ച് കമ്പനി വേണ്ടേ? ഒരു റീപ്ലേസ്മെന്റ് വേണ്ടെന്ന് അവൻ ഉദ്ദേശിക്കുന്നത്. മാറ്റം വേണ്ടേ? വേണം. ഞാനിപ്പൊ എന്ത് വേണം എന്നാണ് പറയുന്നത് റെഫറി? പോയി അവിടെ ചെന്നിരിക്കണം. ടുഡു ഇവിടെ വന്ന് ചേച്ചിയുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് ആങ്കർ ചെയ്യണം. പക്ഷെ MJ സാറ് സമ്മതിക്കില്ലെന്ന്. അല്ല, ഞാൻ വേറൊരു കോംപ്രമൈസ് option. ആണ്. ഓക്കെ, ആര്യ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ആ. ടൂഡു അങ്ങോട്ട് വരുന്നു, ആ. മീനുട്ടി അങ്ങ് പോകുന്നു. അതിപ്പോ ഇതിന് ഇങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം? പാപം. ഇവിടെ ഇതിന്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? ആ ചുടു ആരോടെങ്കിലും പോവാൻ പറഞ്ഞോ ഇവിടുന്ന്? അവൻ എത്ര നന്നായി അത് കൈകാര്യം ഇനി ചെയ്തതാ. ടൂഡു കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, എന്റെ നിർബന്ധം വെച്ച് എനിക്ക് ആര്യ ചേച്ചി അവിടെ ചെന്ന് ഇരുന്നേലേ പറ്റും. എങ്കിൽ അല്ല, ഈ ഷോയുടെ ഡയറക്ടർ ആരാ? ഈ ഷോയുടെ പ്രൊഡ്യൂസർ ആരാ? രാകേഷ് സാർ. രാകേഷ് അല്ലേ ഇതൊക്കെ പറയണ്ടേ? ആ, എന്നാ സാറ് പറ. നമുക്കൊരു കാര്യം ചെയ്യാൻ പാർത്ഥിവേ, ആ, പാട്ടിന്റെ സമയത്ത് നമ്മൾക്ക് ടുഡുന മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് ഇരുത്താം. അതായാലും മതി. ആ, അത് മതി. Agreed. Okay. MJ സാർ agreed. Done. Compromise. ആയിക്കോട്ടെ. ഓക്കെ, ചേട്ടാ Okay. കോംപ്രമൈസ്. കോംപ്രമൈസ്. യെസ്. അപ്പൊ ഇനി നിങ്ങൾ ചെന്ന് നിങ്ങളുടെ സീറ്റിലേക്ക് ഇരുന്നോളൂ. പാട്ട് പാടാം. ഏത് ഏതാ പാട്ടാ പാടുന്നത്? പാടുന്നേ? അയ്യോ, അത് മറന്നുപോയി അല്ലേ? ഓമനപ്പുഴ കടപ്പുറത്തിൻ ഓമന. ഓ, അതാണ് ഇങ്ങനെ അതാണ്. വന്നേക്കണേ. ഹായ് ഹായ്. ഓക്കെ ഓക്കെ. എന്താ പേരെന്നാ പറഞ്ഞ? മോളെ ആര്യെ പാടാ. എന്റെ പേര് രാധ. രാധ. സ്നേഹത്തിൽ എല്ലാവരും എന്നെ രാധ എന്ന് വിളിക്കും. ശരിക്കുമുള്ള പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. മാങ്ങപറി പിന്നെ ചളിക്കുത്ത്. പിന്നെ ഇവിടെ മാങ്ങപറി. പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് മാസ്റ്റർ ഞാനാണ്. ആണോ? എങ്ങനെയാ ഡാൻസ് പഠിപ്പിച്ചത്? അതന്നെ മാങ്ങപറി, മാങ്ങപരി ചലിക്കുത്തെ. മാങ്ങപരി, കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ എല്ലാം പഠിച്ചല്ലേ? ഞാൻ പഠിച്ചു. താങ്ക് യു സോ മച്ച്. അതെ. നിങ്ങളാണ് എന്റെ ഗുരുനാഥൻ. ഡീറ്റെയിൽസ്. വർഷം 2005. മ്യൂസിക് വിദ്യാസാഗർ സാർ. പാടിയത് വിനീത് ശ്രീനിവാസൻ സാർ. വെരി ഗുഡ്, ലിറിക്സ് വയലാർ ശരത്ചന്ദ്ര വർമ്മ സാർ. നൈസ്. അപ്പൊ all the best. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി പാടൂ. ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിക്കണം. താങ്ക് യു. ഓക്കേടാ.
വെരി നൈസ് വെരി നൈസ് Thank you. പാർത്ഥിവ് കുട്ട. കുട്ടപ്പണീസ് കുട്ടൂസ്, എന്തോ നീ സ്റ്റേജിൽ വരുമ്പോഴേ ഉം. ഒരു പ്രത്യേക ഓറയുണ്ട്. ടുടുവിന് തോന്നില്ലേ ഇത്? യെസ് യെസ് സർ. Yeah, തോന്നി. yeah. ആണ്, പ്ലസന്റ് ആണ്, എന്തോ സംഭവിക്കാൻ പോണ് എന്ന് തോന്നും. അതെ. സംതിങ് വെരി പ്ലസന്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നതാണ് നീ വരുമ്പോൾ. യു ഹാവ് കം ബട്ട് സെൽഫ് ഡിഫെൻസ് Self-defense. എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. താങ്ക് യു സാർ. ഇന്ന് നിന്റെ ലുക്ക് ഉണ്ടല്ലോ, ആ. ഗംഭീരാണ് കേട്ടോ, താങ്ക് യു. ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ചില അതിന്റെ ബോഡി ലാംഗ്വേജ് ചിലത് കൊണ്ടുവരാമായിരുന്നു രാധയുടെ, ആ അത് ഞാനും പ്രതീക്ഷിച്ചു. അല്ലെ? അത് കുറച്ചും കൂടെ, പക്ഷെ കുറച്ചുകൂടെയൊക്കെ പാട്ടിൽ ആവായിരുന്നു. ശ്രദ്ധിച്ചോണ്ടാണ് അല്ലെ, പാട്ടിൽ ശ്രദ്ധിക്കാം. ബ്രത്ത് കുറച്ച് ഈ പാട്ടിന് വേണം എന്ന് ചിന്തിച്ച് പാടുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ചോദ്യം, എന്തോ എന്ത് പറ്റി ഇന്ന്? എന്ത് പറ്റി? ആജ് ക്യാ ഹുവാ? ഇന്ന് കുറച്ച് ലിറിക്സ് അവിടെ ആയിപ്പോയി. ഗ്ലും. ഗ്ലും. പിന്നെ ബ്രത്തിന്റെ കാര്യം എന്ത് പറ്റി? ബ്രത്ത് ബ്രെത്ത് കിട്ടാണ്ടായിപ്പോയി. കിട്ടാണ്ടായിപ്പോയി. അപ്പൊ എടുക്കേണ്ട സ്ഥലത്ത് ബ്രത്ത് എടുക്കാത്തത് കൊണ്ടാണോ അങ്ങനെ കിട്ടാത്തത്? അതാണ് എന്റെ ചോദ്യം. ആയിരിക്കണം. ആയിരിക്കും അല്ല, ആയിരിക്കും. അല്ല, ആണ്. അതാണ് അങ്കിൾ കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് നമ്മളെ ബ്രത്ത് ഇതുപോലത്തുള്ള സോങ്ങില് ബ്രത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എടുക്കാനെങ്കിൽ അത് എഴുതി വെക്കണം. ഓക്കെ. ഇതിനൊരു റിതമില്ലേ? 1 and 2 and 3 and 4. ശ്വാസം. പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ അത് കുറച്ചും കൂടെ ശ്വാസം എടുത്താണ്, അതെ. ശ്വാസം എടുത്താലാണ് അത് കിട്ടുക. ഓമനെ കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കാനുള്ള നല്ല സമയമുണ്ട്. ആ. ഓമനപ്പുഴക്കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതിങ്ങനെ ഇങ്ങനെ ഓമനപ്പുഴക്കട. അതായത് പൊന്നോമനെ കഴിഞ്ഞിട്ട് ഈക്ക് മുമ്പ് ശ്വാസം എടുക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ഈ ബ്രത്ത് എവിടെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനമാക്കിയ പറ്റൂ, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യം, സംഗതികൾ പലതും കാറ്റിൽ പറന്നു. യെസ്. ആ കടലിന്റെ കാറ്റിൽ പറന്നു പോയതാണോ സംഗതികൾ? ആണെന്ന് തോന്നുന്നു. ആ, അതാണ്. ഈ 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത പോയിന്റ്, മെയിൻ പോയിന്റ്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലാത്ത പോയിന്റ്, ശ്രുതി. ശ്രുതി ബേസിക് അല്ലേ? ഏറ്റവും ബേസിക് അല്ലേ? അത് പല സ്ഥലത്തും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതും കാറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കടൽ കാറ്റ് സംഗതികളെ പറപ്പിച്ചുകൊണ്ട് പോയി. ബ്രത്ത് കിട്ടാത്തോണ്ടാണ്. ബ്രത്ത് കിട്ടാണ്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ചോദിച്ചത് എന്ത് പറ്റി എന്റെ കുഞ്ഞിനെന്ന്. ഓഫ്കോഴ്സ് എല്ലാ കലാകാരന്മാർക്കും, എത്ര വലിയ കലാകാരന്മാരാണെങ്കിലും ഒരു ഹാഫ് ഡേ അവർക്കുണ്ടാവും അല്ലേ? ആ ദിവസം ചിലപ്പോൾ സംഭവിക്കില്ല. അത് സാരമില്ല എന്നാണ് അങ്കിൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ നിന്ന് അടുത്തൊരു പെർഫോമൻസിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു കംബാക്ക് നടത്താം. ഓക്കെ? അങ്കിൾ പറഞ്ഞൊക്കെ ശരിയാണോ? പക്കാ ശരി. 100%. 100th എപ്പിസോഡിൽ 100% എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ പാർത്ഥിവ്. അപ്പോ ഈ 100% എന്ന് പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക, ഇംപ്രൂവ് ചെയ്ത് വരാം. ഓക്കെ? ദാറ്റ് ഇസ് ഓൾ. പാർത്ഥിവ് കുട്ട, എന്തോ മധുവെങ്കിൽ എന്തായാലും ഈ ലുക്ക് കൊള്ളാട്ടാ. ഞാൻ പറഞ്ഞത് രാധയായതുകൊണ്ടല്ല പറഞ്ഞത്, ഈ കണ്ണൊക്കെ എഴുതിയപ്പോ നല്ലൊരു ഭംഗിയുണ്ട്. അയ്യോ, അതിനെ ഞാൻ ഒത്തിരി പാടുപെട്ടു. ആണോ? കണ്ണ് ആകാശത്തോട് നോക്കി എഴുതുമ്പോഴേ കണ്ണില് ചെറുതായിട്ട് ഇങ്ങനെ നീറും. ചെറുതായിട്ടൊരു നീറ്റലുണ്ട്. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കണല്ലേ? ഡെയിലി നീറിയാണ് അവര് ജീവിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഈ സുഭദ്ര ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുവാ, ഇവളെങ്ങനെ ഈ കണ്ണിങ്ങനെ എഴുതുന്നത്? അവള് പറയും, ഞാൻ ശീലിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ എക്സ്പീരിയൻസിൽ അല്ലേ? യെസ്. അപ്പൊ ഇന്നിപ്പോ ഉള്ള പ്രശ്നങ്ങളൊക്കെ എം ജി ഞങ്ങൾ പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഞാൻ ഇനി അത് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട. ആ പഴയ ആ ഒരു ഫോമിലായില്ല ഇന്ന്, പാർത്ഥിവ് കുട്ടന്റെ ആ ഫോമിലായില്ല ഇന്ന്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആര്? ഓക്കെ, ശ്രദ്ധിക്കണം. അടുത്തതിൽ ഇതൊക്കെ ശരിയാക്കിയിട്ട് വരണം അടുത്ത തവണ വരുമ്പോൾ. ഓൾ ദി ബെസ്റ്റ്. അതെ, എനിക്ക് തോന്നുന്നു ഇന്ന് പാർത്ഥിവ് കുട്ടൻ അങ്ങനെ ഒരു ദിവസം പോട്ടെ എന്ന് വിചാരിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, കാരണം ഇത്രയും എറേഴ്സ് ഒക്കെ പറഞ്ഞല്ലോ, എം ജെ സാറും പറഞ്ഞു, മധുചേട്ടനും പറഞ്ഞു. അപ്പോ അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ അടുത്ത പെർഫോമൻസിൽ കാണിക്കാൻ പോകുന്നത്. അതെ, ആ കംബാക്കിന് സപ്പോർട്ട് ചെയ്യാനാണ് നമ്മളുടെ കൂടെ അതെ ഇരിക്കുന്നത്. കണ്ടോ? ഇവിടെ നിൽക്കുന്ന കാര്യമേ മറന്നുപോയി. മൊത്തം മറന്നു. ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ബെസ്റ്റ് ലെസൺ എന്താണെന്ന് അറിയാമോ? എനിക്കറിഞ്ഞൂടാ. ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. ജഡ്ജസ് അവരെല്ലാവരും
Mm. All these judges made mistakes. Mm. Okay, Okay. but they learned From okay, mistakes. They learned Yes. from their mistakes Mm. and moved on. Mm. Next time, கண்டிப்பா win பண்ணணும். Okay. Okay, Okay. அப்ப முக்கியம் பிகிலே. Okay. Okay, okay, next time. Okay, Yes. promise me. Promise. Yeah. So next time, sir. Yes. Okay. She'll Thank you rock. to do. Thank you for Thank you to do. your valuable I advice. promise. Advice. I promise. Yes. I promise. അപ്പൊ നമുക്ക് മാർക്കറിയാ പാർത്തിക്കുട്ടാ. അതെ. കുട്ടുമണിക്കുട്ടാ, എന്തോ you're going to be awarded 90 wife. 95? 95.5 out of 100. തെറ്റിച്ച്. അപ്പൊ പാർത്ഥികുട്ട നമ്മള് ടുഡുവിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. Yes. കം ബാക്ക് നടത്തണം. Come back. Yes. ബൈ. Bye bye. Bye. Good night. അകലെ ആരോ പാടും ഒരു നോവു പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്തു പോവുന്നു ഞാൻ. അകലെ അകലെ ഏതോ കാറ്റിൽ ഒരു കുഞ്ഞു പ്രാവിൻ്റെ തൂവലാൽ തീർത്ത കൂടു തേടുന്നു ഞാൻ. അകലെ അകലെ ആരോ പാടും. മറയുമോരോ പകലിലും നീ കാത്തു നിൽക്കുന്നു. മഴനിലാവിൻ മനസ്സു പോലെ പൂത്തു നിൽക്കുന്നു. ഇതളായി പൊഴിഞ്ഞു വീണു മനസ്സിൽ വിരിഞ്ഞൊരോർമകൾ. അകലെ അകലെ ആരോ പാടും. യാത്രയാകും യാനപാത്രം ദൂരെ മായവേ. മഞ്ഞുകാറ്റിൻ മറയിലോ നീ മാത്രമാകവേ. സമയം
മറന്ന മാത്രകൾ പിരിയാ വിടാത്തൊരോർമകൾ അകലെ അകലെ ആരോ പാടും ഒരു നോവു പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്തു പോവുന്നു ഞാൻ അകലെ അകലെ ആര്യ ചേച്ചി, ഓ നമ്മുടെ കൂടെ ഇത്ര നേരം ടുഡു ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ടുഡുവിനെ കാണുന്നില്ല. എവിടെ പോയി? അതെനിക്ക് അറിയില്ല, മേ ബി പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവും, വരുമായിരിക്കും അല്ലേ? പാട്ട് പഠിക്കാൻ പോയോ പുതിയ? അങ്ങനെ നമ്മുടെ എനിക്ക് തോന്നുന്നില്ല. കണ്ട് ഇൻസ്പയർ ആയി പാട്ട്. ചിലപ്പോ ഇവിടെയൊക്കെ നടന്ന് എല്ലാരും കാണാനൊക്കെ പോയതായിരിക്കും. വല്ല മരത്തിന് മുകളിലൊക്കെ കയറി ഇരുന്ന് പാട്ട് കേൾക്കുന്നുണ്ടാവും ടുഡു. ആയിരിക്കും. പക്ഷെ ഉടനെ വരുമായിരിക്കും. ടുഡു ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തിരിച്ചു വരണം കേട്ടോ. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അല്ലെ നമ്മുടെ സെലിബ്രേഷൻസ് മുടങ്ങണ്ടല്ലോ. വേണ്ട, നമ്മുടെ ടെസക്കുട്ടിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടെസ ബേബി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഓ ഹായ് ഐ പഞ്ഞുമുട്ടായി അരിച്ചേച്ചി ഓ നമസ്കാരം. അങ്കിൾ ഹായ്. ആര് പഞ്ഞു മിഠായി? ആര്യ ചേച്ചി, എംജി അങ്കിള് MJ MJ പഞ്ഞിമുട്ടായി. ഇത് ലേസ് പാക്കറ്റ്. എനിക്ക് ഓർമ്മയില്ലല്ലോ. പഞ്ഞുമുട്ടായി ഇല്ല, പഞ്ഞുമുട്ടായി അത് ഞാനല്ല. ആ പേര് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതാ വേറെ പേര് കൊടുക്കാം നമുക്ക്. വേറെ പേരാ ഉം. തീപ്പെട്ടി. അതെന്താ തീപ്പെട്ടി? തീപ്പെട്ടിയോ? അതെന്താ? ചുമ്മാ ചുമ്മാ തീപ്പെട്ടി ഇട്ടതാ. കോലെന്നാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാ കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഇരിക്കത്തില്ല. പറഞ്ഞാ ആള് കേൾക്കത്തില്ല. മാറിയോ? ഞാനല്ലേ അത്. അതെ. പറഞ്ഞ കേക്കത്തില്ല. ആ അപ്പൊ ഞാൻ തീപ്പെട്ടിയാ? അതെ തീപ്പെട്ടി. അപ്പൊ ഞാൻ സ്മൈലി സ്റ്റിക്കർ ലേസ് പാക്കറ്റ്. ലേസ് പാക്കറ്റ്. ലീസ് പാക്കറ്റ്. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? അത് പറയാം. താങ്ക് യു സോ മച്ച്. എപ്പിസോഡ് അല്ലേ? ആ അതെ. അവിടെ എന്താ വിശേഷം? ആ അതില്ലേ ഞങ്ങൾക്ക് മ്യൂസിക് ആൽബത്തില് കിട്ടി. എന്നിട്ട് ഞാൻ പള്ളിയിലൊക്കെ പാട്ട് അതിട്ടു. ആണോ? ആ ഇനാഗ്രേഷനിൽ ഞങ്ങൾ പോയേ. എന്നിട്ട് അവിടെ ഞങ്ങള് ഡാൻസ് കളിച്ചു, പാട്ട് പാടി, എന്നിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങളെന്ന് പറയണത് അവൾ ഉദ്ദേശിക്കുന്ന അവളെ തന്നെ അവിടെ അങ്ങനെ ഞങ്ങൾ. പറയും. ഓ അങ്ങനെയാണോ? നമ്മള് പോയി, നമ്മള് വന്നു. ഓ ഞങ്ങളെന്നാണോ ഞങ്ങൾ പറയാ? നമ്മുടെ വീട്ടില് അങ്ങനെ പറയും. ഞാനാണോ? അല്ല അങ്ങനെ എപ്പോഴും ഇല്ല, പക്ഷെ അങ്ങനെ വന്നു പോകും അറിയാതെ. എന്നാ പാട്ട് പാടിയാലോ നമുക്ക്? അയ്യോ ഏത് പാട്ടാ പാടുന്നത്? എന്തിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു അത്? ആ അത് ദേവസ്വം ബോർഡ് DB കോളേജിലില്ലേ? DB കോളേജ്. അതിനകത്തായിരുന്നോ? എന്നിട്ടില്ലേ ആ. ഞങ്ങളെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പച്ചമനുഷ്യനില്ലേ, പച്ചമോന്, പച്ചമോൻ. പച്ചമോൻ ഗ്രീൻ Green സൺ. Sun. അവരോട് കറക്റ്റ് അവരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, കുസൃതി ചോദ്യം. എന്നിട്ട് അവര് പറഞ്ഞു ഇതെങ്ങാനും സ്റ്റേജിൽ കയറി പറഞ്ഞ ഈ സ്റ്റേജിലെ അടച്ചു പൂട്ടുന്ന. ആണോ? എന്തായിരുന്നു അത്? കടലമ്മയുടെ 4 മക്കളുടെ പേര് എന്തായിരുന്നു? സ്പ്രിങ്, സമ്മർ, വിന്റർ, ഓട്ടം. ഓ ഇതായിരുന്നോ 4 മക്കള്? ഞാൻ പറയട്ടെ, ആ. ഇതൊക്കെ എന്തുവാ ഈ സമ്മർ വിന്റർ എന്തുവാണ്? സീസൺസ്. സീസൺസ്. ഓക്കെ. സീ ഉണ്ടല്ലോ, സീ കടല്, സീ സൺസ്, സീന്റെ മക്കള്, സീയുടെ മക്കള്. നിങ്ങൾ വിഷമിക്കണം എന്റെ ചോദ്യത്തിനെ പറ്റി ഓർത്ത്. ഓ മനസ്സിലായി. സീസൺസ്. ഓക്കെ സീയുടെ സൺസ്. ഓക്കെ ഒന്ന് ചിരിപ്പിക്കോ പ്ലീസ്. ഇതിലൊക്കെ എത്രയോ നല്ലതായിരുന്നു എന്റേത്. ഇട്ടാരെങ്കിലും നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ആരും. വേറെന്താ വിശേഷം? അതില്ലേ ഞാനേ ഒരു എന്റെ ഈശോയെ ഇന്നതൊന്നും ചെയ്യത്തില്ല. അയ്യോ തൊട്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പെറ്റ്സിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മങ്കികളെ ഇഷ്ടമല്ല. സോറി ടുഡു. I'm not a monkey, I'm a chimpanzee. ഇതാ ടുഡു പേര്. ടുഡു കൈ കൊടുക്ക്. ഹായ് പറയൂ. ശരിക്കലത്തെ മങ്കിയാണ്. ശരിക്കുവാ ചിമ്പാൻസിയാണ്. നമ്മുടെ പെറ്റ് അത്. പക്ഷെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെ സ്പെഷ്യലാ ഇത്. 100th എപ്പിസോഡ് അല്ലേ? ഓക്കെ ഇഷ്ടപ്പെട്ടോ ഇപ്പം? ഏത് പാട്ടാ പാടുന്നേ? മഞ്ഞ കുഞ്ഞു കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ആണോ? ചക്കര തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ.
ആ പാട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. മൈ ഫേവറേറ്റ് സോങ് ഇല്ലേ മീനു? My favorite. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയോ? മ്യൂസിക് SP വെങ്കടേഷ് സാറ്, ഓക്കെ. ലിറിക്കിസ്റ്റ് മറ്റേ മറ്റേന്ന് ഗിരീഷ് പുത്തഞ്ചേരി മറ്റേ സാർ. ഗിരീഷ് യെസ് യെസ്. മറ്റല്ല ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാടിയത് പാടിയത് MG ശ്രീകുമാർ സാറ്. ആ. വർഷം ഫിലിം 19 അല്ല ഫിലിം അല്ല വർഷം 1994. ഫിലിം മിനാരം. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. പാടിക്കോ പാടിക്കോ. Okay. All the All the best. താങ്ക് യു Okay. Tudu, All the best, all the all the best best, പറഞ്ഞേക്ക്. sir. താങ്ക് യു. തകർക്കണോട്ടോ. നീണ്ട പീലിവാലും കുഞ്ഞു കൺകളും ഇമ്പമോടെ മ്യാവ് മ്യാവ് മൂളിപ്പാട്ടുമായി ആശ പോലെ നീളും മീശയുള്ളവൻ ആരു നീ കുരുന്നേ ചാരി വന്നു മഞ്ഞ കുഞ്ഞു കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമതിച്ചല്ലോ പമ്മി പമ്മി പാനിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. ഒടുക്കാമ പാവം പടിയിറങ്ങി അടുക്കള തോറും നിറനിരങ്ങി കൊതി കൊണ്ടു നാക്കിൽ കടലിരമ്പി ഇരുട്ടിനു കൂട്ടായി സ്വയം പതുങ്ങി താഴത്തെ വീട്ടിൽ കടന്നു ചെന്നാൽ തേനൊല്ലിപ്പാൽ കൂടം വീണുടച്ച് വട്ടപ്പാത്രം തട്ടിപ്പൊട്ടിയ ശബ്ദം കേട്ട് ചോടിയെടുത്തൊരു പൊട്ടക്കണ്ണി പെണ്ണൊരു മുട്ടൻ വടികൊണ്ടടിയ ചടപട അടിപൊളിയായി മഞ്ഞ കുഞ്ഞു കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമതിച്ചല്ലോ പമ്മി പമ്മി പാനിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. ആരത്തൂടെ ചക്കര കിടച്ചുമില്ല, അടിയുടെ നൊമ്പരം കുറഞ്ഞുമില്ല. ആ പൂക്കിരി ചങ്കര കഥയറിഞ്ഞ് പുതിയൊരു പായം ചൊല്ലിക്കൊടുത്തേ കാക്കിരി പാമ്പിനെ പിടിച്ചെടുത്ത് പോക്കിരി പെണ്ണിനെ കടിപ്പിക്കണം. ചക്കര തേടി ചുറ്റി നടന്നൊരു ചടപട ചാടും ചക്കിപ്പൂച്ചയ്ക്കമ്പട പപ്പട പടപടേടി പാമ്പിൻകടിയും തരികിട തിമിക്കിടത്തോം കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര കിണ്ണാനുള്ളിൽ മോഹമുദിച്ചല്ലോ പമ്മി പമ്മി പാനിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. ലാ 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 ആഹാ സൂപ്പർ സൂപ്പർ. ക്യൂട്ടി പായ്
എന്തോ കുറെ നാളായല്ലോ അങ്കിളിന് ഒരു ക്ലാസ് എടുത്തില്ലല്ലോ ആക്ടിങ്ങിന്റെ. ക്ലാസ്സാ അടുത്ത ആക്ടിങ്ങിന്റെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചല്ലേ. അല്ല, അടുത്തൊരു ഭാഗം എന്താ ചെയ്യണ്ടേ? ഒരു ലെസൺ കൂടെ പഠിപ്പിക്കാം. എന്നാ തമാശ പറയാൻ പഠിപ്പിക്കാം. അത് കൊള്ളാം. മസ്റ്റ് ഹാവ് ആണ് MJ ചുടു sir. പഠിച്ചോണേ. തമാശയുടെ അവസാനത്തിലെല്ലാം അല്ലേ അല്ലേ ഒന്ന് ചോദിക്കണം. അതല്ലേ അങ്ങനൊക്കെ പറയും. ചോദിക്കണം. ആ. ആ. ഓ ഫോർ ഇതൊക്കെ എക്സാമ്പിൾ ഇത് ഈ കുറച്ച് ഇതൊക്കെയുണ്ട് ട്രിക്സ്. ട്രിക്സ്. അതെങ്ങനെയാണ്? ഒരെണ്ണം അല്ലേ ചോദിച്ചേ. അല്ലേ അതങ്ങനെയല്ലേ അല്ലേ അതങ്ങനെയല്ലേ പറഞ്ഞു. അങ്ങനെയാണ് പറയണ്ടേ? അല്ലേ? അല്ലേ അല്ലേ? അങ്ങനെയല്ലേ അല്ലേ അല്ലേ അത് തമാശ രീതിയിലെടുക്ക. അതെങ്ങനെ? അല്ലേ? അങ്ങനെയല്ലേ? ആ. ആ അങ്ങനെയാണോ? അങ്ങനല്ലേ അങ്ങനെയാ. അങ്ങനെ. ഓക്കെ. മധു സാറ് കാണിച്ച് കറക്റ്റ് യു വിൻ. അപ്പൊ ഞാൻ കാണിച്ച ശരിയല്ലേ? ഞാൻ കാണിച്ച ഞങ്ങളിൽ ഇച്ചിരി പെർഫെക്റ്റ് ആക്കാനുണ്ട്. കുറച്ചും കൂടെ. അല്ലേ? അങ്ങനെ പറ. അല്ലേ? കുറച്ചുകൂടെ. സീനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇനി വേറെ ടിപ്പുണ്ടോ ഇതല്ലാതെ? ഇതല്ലാതെയോ കോമഡി പറയുമ്പം ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾ കാണിക്കണം. ഇന്നാള് മധു സാറ് കാറിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞില്ലേ? അതെ. ഞാൻ പറയട്ടെ. ആ. ഒരു ദിവസം അമ്മ തിരക്കിട്ട് കല്യാണത്തിന് ഇറങ്ങുവായിരുന്നേ. ബാക്കി എല്ലാവരും കല്യാണത്തിന് പോയി. അമ്മ തിരക്കിട്ട് കാറയൊക്കെ കേറിയേ. അമ്മ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ടു. എനിക്ക് ബ്യൂട്ടീഷ്യൻ ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല. ചെറിയ ബ്ലഷ് ഒക്കെ. എന്നിട്ട് അമ്മ അങ്ങോട്ട് അങ്ങിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഓടിച്ചു. ഞങ്ങളുടെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോ പോകുന്നവരും വരുന്നവരും എല്ലാവരും അമ്മേനെ തന്നെയാ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അല്ല എന്തോണ്ട് അല്ല വേറെ ഞങ്ങളുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട്. അതിന് മുമ്പ് ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണല്ലേ. എന്നിട്ട് ട്രാഫിക് പോലീസ് വരെ ഞങ്ങളെയാ നോക്കുന്നേ. അങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് ഞങ്ങള് കല്യാണ സൈറ്റിലെത്തി. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നമ്മളുടെ സ്റ്റൈലൊക്കെ കണ്ട സൗന്ദര്യം കണ്ടിട്ടാണ്. എന്നിട്ട് ഞാൻ പൃഥ്വിരാജ് BGM ഒക്കെ ഇറങ്ങുന്ന പോലെ ഇടുന്ന പോലെ അങ്ങ് ഇറങ്ങി. എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് അങ്ങ് കേറി. സ്റ്റൈലില് സ്റ്റെപ്പ് അങ്ങ് കേറി. അപ്പത്തേക്കും എല്ലാവരും ഞങ്ങളെ നോക്കുന്നതിന് പകരം ഞങ്ങളുടെ കാറിനെ നോക്കിയേ. ചെറുക്കനും പെണ്ണും ഒക്കെ എല്ലാവരും. എന്നിട്ട് ഞങ്ങൾ അതെന്താന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോ സ്ലോ മോഷനില് കർത്താവേ, ഇന്നലെ ഉണക്കാൻ വെച്ച് പച്ചക്കാന്താരി അവിടെ ഉണക്കക്കാന്താരി ആയിട്ട് ന്യൂസ് പേപ്പറിൽ അവിടെ അതാണ് കാര്യം. അതിലെ അവിടെ കുഴിഞ്ഞല്ലേ ഇരിക്കും. കാറിന്റെ മുകളിലാണ് ഉണക്കാൻ വെച്ചതല്ലേ? അതെന്താന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു പട്ടിയുണ്ടേ. അതെന്ത് സാധനം കണ്ടാലും കല്ല് വരെ അത് എടുത്തു പഴത്തൊലി വരെ കൊടുത്ത് അത് എടുത്തു വരും. കാന്താരി വരെ എടുത്ത് ഇന്നോന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ആ കാറിന്റെ മണ്ടയ്ക്ക് വെച്ചതാ. അതും കൊണ്ടുപോയി കല്യാണത്തിന്. അതും കൊണ്ടുപോയി. അതാണൊരു കഥ. പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നേ. സൂപ്പർ ആയിരുന്നേ. കലക്കി കലക്കി കലക്കി. ഓക്കെ, താങ്ക് യു. പോരട്ടങ്ങനെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരം മഴ. കൗണ്ട് ഡൗൺ ഉണ്ട്. അല്ല ചുടു കടിക്കും. ചുടു കടിക്കില്ലെന്ന് പറയുന്നത്. 3 അത് പറഞ്ഞ പേടിച്ചു. 6 ചുടു മതി, ഒന്നും ചെയ്യണ്ട, കടിക്കണ്ട. ഓക്കെ രസകുട്ടി. അപ്പൊ ചുടു ഇത് ബാക്കി ദിവസങ്ങളിലും 10ന്റെ ഉള്ളിൽ പെറുക്കിലേ വന്ന് കടിക്കും അല്ലേ? ഓക്കെ. അപ്പൊ വേഗം ഇനി എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തോണം കേട്ടോ. ഓക്കെ, എന്നാ ബൈ പറഞ്ഞേക്കെ ചുടുനോട്. ബൈ. ഒന്ന് കെട്ടിപ്പിടിച്ചേക്കെ ചുടുനെ, കടിക്കാത്തതല്ലേ. ഓക്കെ, ബൈ. വരാന്ന് പറ, ഒരു ദിവസം വരാന്ന് പറ. എപ്പോ വരും? വരാന്ന് പറ, വേഗം വരാം. അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഓടിക്കോ. ഗുഡ് നൈറ്റ്. മധുക്കൾ, നമ്മളിപ്പോ 100th എപ്പിസോഡില് ചുടു വന്നു. 200th എപ്പിസോഡില് ടുടുരു വരും. അപ്പൊ 300 ആര് വരും? 300 ആര് വരും? മധുക്കൾ ആരെ കൊണ്ടുവരും? മധുക്കളുടെ ഭാഗത്തു നിന്നും ഞാൻ ഒരാളെ കൊണ്ടുവരാന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതാരാ? പക്ഷെ ആരും പേടിക്കരുത്, ആള് പാവാണ്, നിരുപദ്രവകാരിയാ. ഫസ്റ്റ് ബോള് അത് അങ്ങോട്ട് നോക്കൂ. അളിയനെയോ ശ്രീശാന്തോ? അല്ല,
അയ്യോ. ഇതാരിത് ഒരു മൃഗശാല തന്നെ ഉണ്ടല്ലോ നമ്മുടെ ടോപ് സിംഗറിൽ. അല്ലെ, രണ്ടുപേരും ഒരുപോലെ പോസ് ചെയ്തേക്കുന്നുണ്ടോ മേളത്തെ ഫോട്ടോ? അതെ, അതൊക്കെ ഇയാളാണ് അടുത്ത 300ാമത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഞാനില്ല, ഞാൻ അപ്പോഴത്തേക്ക് മരിച്ചു, റിട്ടയർ ആയി. പേര് കുക്കുടു. കുക്കുടു. ശരി, ചുടു ചുടുടുടു കുക്കുടു. ശരി, ഓക്കെ. ചുടു, ഇവിടെ സാധാരണ ആയിട്ടുണ്ടല്ലോ ടോപ്പ് സിംഗർ നടക്കുന്ന സമയത്ത് ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാ. ചുടു ഇപ്പൊ കുറച്ച് പാട്ട് കേട്ടില്ലേ, അതുപോലെ അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞും കിടിലമായി പാടുന്ന ആൾക്കാരാണ് എല്ലാരും. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇന്ന് 100th ഡേ ആണല്ലോ, 100th എപ്പിസോഡാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്പെഷ്യൽ സന്തോഷത്തിന് വേണ്ടി എല്ലാ പ്രാവശ്യവും ഇവർ പാടുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് കേൾക്കും. അതിനൊരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ചോദിക്കുന്ന പോലെ ഇന്ന് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ അച്ഛനമ്മമാർ, ഇവരുടെ പേരൻസ് ഇവിടെ നിന്ന് പാടും, ഇവർ അവിടെ നിന്ന് എൻജോയ് ചെയ്യും. അതാണ് കാണാൻ പോകുന്നത്. എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേരൻസിന്റെ പെർഫോമൻസ് ആണ് ഇപ്പൊ വരുന്നത്. അതെ, നമ്മുടെ 100ാമത്തെ എപ്പിസോഡിന്റെ ഐസിംഗ് ഓൺ ദ കേക്ക്. യെസ്. എല്ലാരെയും വിളിച്ചാലോ എന്നാ? ഓക്കെ, തീർച്ചയായിട്ടും. ചുടു വിളിക്കാം. ഓക്കെ, വെൽക്കം ഓൾ.
കലക്കി നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ കേൾക്കാൻ സൂപ്പറാണ്. 100th എപ്പിസോഡ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് 100 ടുഡേ. യെസ്. അതെ. 100ന്റെ നിറവിൽ അങ്ങനെ പോരട്ടെ ഒരു മധുര മഴ. അങ്ങനെ നമ്മുടെ 100th എപ്പിസോഡ് നമ്മൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തു അതെ. അല്ലേ? ടോപ്പ് സിംഗർ സീസൺ 6ന്റെ 100ാമത്തെ എപ്പിസോഡായിരുന്നു ഇത്. Yes. അങ്ങനെ പറയുമ്പോ എനിക്കൊരു ഞെട്ടൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും സന്തോഷിച്ചു. ടൂഡു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ഡേ. Yes. പിന്നെ നമ്മുടെ MJ അങ്കിളുടെ പാട്ട് കേട്ടു, പാരന്റ്സിന്റെ പാട്ട് കേട്ടു. മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ആഘോഷിക്കണം. ഓരോ 50 എപ്പിസോഡ് കഴിയുമ്പോഴും ആഘോഷിച്ചാലോ? ആഘോഷിക്കാൻ ഓരോ ആൾക്കാരെ കൊണ്ടുവരുന്നതും അതെ, ഭയങ്കര അടിപൊളിയാണ്. അതെ. ചുട്ടുടു വരുന്നുണ്ട്. ആ. പിന്നെ ആരായിരുന്നു? കുക്കുടു വരുന്നുണ്ട്. കുക്കുടുവിനെയൊക്കെ കണ്ടാ മതി. അതെ, ഒരു മൃഗശാല തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരിന് കാണാനിരിക്കുന്നത്. പക്ഷെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവോ ടുഡു? കേക്ക് വേണം. ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. You have to do ടുഡു that. ആണോ കേക്ക് കൊണ്ടുവന്നേ? യെസ് യെസ്. യെസ്. ടുഡു നമുക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. We have to do. അതെ, we have to do. ഓക്കെ, അപ്പൊ 3 പേരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ 100th എപ്പിസോഡിന്റെ കേക്ക് കട്ട് ചെയ്ത് ഈ ദിവസം അടിപൊളിയാക്കി സെലിബ്രേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് വായോ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ടാറ്റ പറയാം അല്ലേ? Yes. യെസ്, എന്നാ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. ആരാ Yes. കട്ട് ചെയ്യണേ? ആ, തലങ്ങും മെലങ്ങും കട്ട് ചെയ്യരുത്. അതെ. കട്ട് ചെയ്തോ. കൈ അടിച്ചോ എല്ലാരും. ഓക്കെ. ആ കട്ട് ചെയ്യാൻ അറിയാമോ നോക്കട്ടെ. അറിയാമോ നോക്കട്ടെ. ആ അറിയാലോ, 2 പേർക്കും കട്ട് ചെയ്യാൻ അറിയാം.